എന്തായാലും ദുരനുഭവം വെളിപ്പെടുത്തലിന് ശേഷം സിനിമാ മേഖലയിൽ നിന്ന് പിന്തുണയോ ഭീഷണിയോ ഉണ്ടായിട്ടില്ല എന്ന് തിലകന്റെ മകൾ സോണിയ തിലകൻ പറയുന്നു. തന്നെ പിന്തുണച്ചാൽ സിനിമാ മേഖലയിലെ നിലനിൽപ്പ് അവസാനിച്ചു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് രഹസ്യമൊഴി കൊടുക്കേണ്ടി വന്നത് എന്ന് സോണിയ തിലകൻ 24-നോട് പറഞ്ഞു. ഒരു പിന്തുണയ്ക്കായിട്ട് അതിനകത്ത് നിന്ന് ഒരു വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അയാളുടെ ആ സംഘടനയ്ക്കകത്തുള്ള നിലനിൽപ്പ്, സിനിമ ഇൻഡസ്ട്രിയിലുള്ള അയാളുടെ ഫ്യൂച്ചർ എല്ലാം കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇത്രയും നാളും ഇവർ ഈ രഹസ്യമൊഴി കൊടുക്കേണ്ടി വന്നതും ഒക്കെ. അപ്പോൾ ആ അവസ്ഥയിൽ അങ്ങനെ ആരുടെയും ഒരു പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട്, ആ ഒരു ധൈര്യത്തിലാണ്. എൻ്റെ അച്ഛനെക്കുറിച്ച് തിലകൻ ചേട്ടൻ്റെ കൂടെയുള്ള ഒരു ഇത് എങ്ങനെയായിരുന്നു എന്ന് ഒരു പുതുമുഖ നടിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ തിലകൻ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാന്ന് ചോദിച്ചാൽ തിലകൻ ചേട്ടൻ എന്ന് പറയാൻ പോലും ആ വാക്ക് പറയത്തില്ല, പേടിയാണ്. പറഞ്ഞു പോയാൽ പിന്നെ അടുത്ത സിനിമയിൽ ചാൻസ് ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു സംഘടനയാണിത്. ഇവിടെ പ്രവീണ എന്നൊരു പ്രേക്ഷക പറയുന്നു, ഹാഷ്മി സാർ, ഇരകളിൽ ജീവിച്ചുള്ളവരും ചിലപ്പോൾ ഇവരെ പേടിച്ച് ആത്മഹത്യ ചെയ്തവരും ഈ മാഫിയ സംഘങ്ങൾ കൊന്നവരും ഉണ്ടാകും, അതും അന്വേഷിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പ്രവീണയുടെ ആശങ്ക തെറ്റാണെന്ന് പറയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച ആർക്കും കഴിയില്ല. പവർ ഗ്രൂപ്പിനെ പറ്റി, അവരുടെ സ്വാധീന ശക്തിയെപ്പറ്റി, ഏതെങ്കിലും തരത്തിൽ മുച്ചൂട് മുടിക്കാനുള്ള അവരുടെ കരുത്തിനെ പറ്റിയൊക്കെ ജസ്റ്റിസ് ഹേമ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയറായ ഒരു ജസ്റ്റിസ് പഠിച്ച് അവർ തന്നെ എഴുതി വെക്കുന്നതിന് ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. അപ്പോൾ ഈ പ്രവീണ ഈ പറയുന്നത് തെറ്റ് എന്ന് പറയാനും കഴിയില്ല.